ഹെൽത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. H4 ഹെൽത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതശൈലീ രോഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഡയബറ്റീസ്. ഇന്ത്യയിലെ പ്രമേഹ രോഗികളുടെ കണക്കെടുത്താൽ കേരളമാണ് മുന്നിലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രവാസി മലയാളികൾക്കിടയിലും ഡയബറ്റീസ് രോഗം വർദ്ധിച്ചു വരികയാണ്. ഡയബറ്റീസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാമാണ് ഇന്നത്തെ H4 ഹെൽത്തിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തുമ്പൈ ഹോസ്പിറ്റൽ ഡേ കെയർ റോള ഷാർജയിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ മുഹമ്മദ് അഷ്റഫാണ്. നമസ്കാരം ഡോക്ടർ. H4 ഹെൽത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് നമ്മൾ കരുതുന്നുണ്ട്. അതൊരു അവയർനെസ് ആണ്. ഡയബറ്റിക്സിനെ കുറിച്ച് ലോകമെങ്ങും ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും നമ്മുടെ ആൾക്കാർ ഒരിക്കലും അതിനെക്കുറിച്ച് കൂടുതലും നിസ്സാരവൽക്കരിച്ച് കളയുകയാണ് ഡയബറ്റീസ്. അതുകൊണ്ടാണല്ലോ ദിനം പ്രതി ഡയബറ്റീസ് രോഗികളുടെ എണ്ണം കൂടുന്നത്. എന്താണ് ഡോക്ടർ ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്? ഒന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് ബ്ലഡിൽ ഷുഗർ അധികരിക്കാം എന്നതാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളായ അരിവസ്തുക്കൾ, ഗോതമ്പം, അതുപോലെ ചില വെജിറ്റബിൾസിൽ ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, ബീട്രൂട്ട് ഇതുപോലത്തെ വെജിറ്റബിൾസ് ആയ ഈ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചു. അത് നമ്മളെ ബോഡിയിൽ ഡൈജസ്റ്റ് ആയതിൻ്റെ ശേഷം അത് ഷുഗറായി കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ ഈ ഷുഗർ നമ്മളെ ബ്ലഡിൽ നിന്ന് സെൽസിലേക്ക് കയറണമെങ്കിൽ നമ്മളെ അബ്ഡോമിനിൽ ഉള്ള ഒരു പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡിലുള്ള ഷുഗർ സെൽസിലേക്ക് കയറണമെങ്കിൽ ഇൻസുലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എപ്പോഴാണോ ബോഡിയിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ആക്ഷന് റെസിസ്റ്റൻസ് വരുക, ഈ സമയത്താണ് ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടാവുക. അതിനാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതാണ് ഒരു നോർമൽ ബ്ലഡ് ഷുഗർ വാല്യൂ എന്ന് പറയുന്നത്? ഏതാണ്, ഏത് വാല്യൂവിലാണ് നമ്മളത് ഡയബറ്റീസിലായി അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് ഡയബറ്റിക് ആയി എന്ന് പറയുന്നത്? നോർമലി ഒരു ഫാസ്റ്റിംഗ് 8 hours ഫാസ്റ്റിങ്ങിൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ 100 താഴെ ഉണ്ടാകേണ്ടതാണ്. ഫാസ്റ്റിംഗ് ഷുഗർ അതിപ്പം വേരി ചെയ്യുന്നില്ല ഡോക്ടർ. ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ 110 പറയുന്നു, 140 വരെ. അതാണ് ഞാൻ പറയുന്നത്. എനി ബ്ലഡ് ഷുഗർ ഇൻ ദ ഫാസ്റ്റിംഗ് ബിറ്റ്വീൻ 100 to 125, അതിനാണ് നമ്മൾ ബോർഡർ ലൈൻ ഓർ അറ്റ് റിസ്ക് ഫോർ ഡയബറ്റീസ് എന്ന് പറയുന്നത്. പ്രീ ഡയബറ്റിക് എന്ന് പറയാം. ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ഷുഗർ 125 മേലെയാണെങ്കിൽ അതിന് ഡയബറ്റീസ് എന്ന് പറയാം. അതുപോലെ റാൻഡം ബ്ലഡ് ഷുഗർ ഓർ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ 140 താഴെ ഉണ്ടാകേണ്ടതാണ്. സോ എനി ബ്ലഡ് ഷുഗർ ബിറ്റ്വീൻ 140 to 200, അതാണ് അഗെയിൻ ബോർഡർ ലൈൻ ഓർ അറ്റ് റിസ്ക് ഫോർ ഡയബറ്റീസ് എന്ന് പറയും. സോ എനി ബ്ലഡ് ഷുഗർ അബവ് 200 അത് ഡയബറ്റീസ് ആണ്. സോ ഈ അറ്റ് റിസ്ക് ഓർ ബോർഡർ ലൈൻ ഡയബറ്റീസ് ഉള്ളവർ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും എക്സസൈസ് ചെയ്തിട്ടും അതിനെ പ്രോഗ്രസ് ചെയ്യാത്ത പോലെ അതിനെ നോക്കേണ്ടതാണ്. ഇത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സിംറ്റം വന്നാലല്ലോ, എന്തെല്ലാം സിംറ്റംസ് ആണ് ഡയബറ്റീസ് ഉണ്ടോ എന്ന് അറിയുന്നത്? ഡയബറ്റീസ് അറിയപ്പെടാൻ പല സിംറ്റംസുകളുണ്ട്. അതിൽ ചില കോമൺ സിംറ്റംസ് ആയ വെയ്റ്റ് ലോസ്, പിന്നെ അധികം ദാഹം, അധികം വിശപ്പ്, മുറിവുകൾ ഉണങ്ങാതിരിക്കുക, പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ്, അതുപോലെ സ്ത്രീകളിൽ ജനൈറ്റൽ ഇൻഫെക്ഷൻസ്, അതുപോലെ കാലിൽ തരിപ്പ്, ക്ഷീണം, പിന്നെ കാഴ്ചയ്ക്കൊരു മഞ്ഞിപ്പുണ്ടാവുക, അതായത് ബ്ലറിങ് ഓഫ് വിഷൻ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സിംറ്റംസ് ഡയബറ്റീസിനുണ്ട്. സോ ഈ സിംറ്റംസ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഡയബറ്റീസ്, അതായത് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അയാൾ എടുക്കണം. ഇനിയിപ്പോൾ ചിലവർക്ക് ഈ സിംറ്റംസ് ഒന്നും ബോഡിയിൽ ഉണ്ടാവില്ല. സോ അതായത് ദോസ് ഹു ആർ അറ്റ് റിസ്ക് ഫോർ ഡയബറ്റീസ്, അത് സിംറ്റംസ് ഇല്ലെങ്കിലും റിസ്ക് ഉണ്ട്. അതായത് ഓവർ വെയ്റ്റ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്, പിന്നെ മുമ്പ് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ട്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്. സോ ഇവരൊക്കെ സിംറ്റംസ് ഇല്ലെങ്കിലും അവർ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം. എന്നിട്ട് നോർമൽ ഉണ്ടെങ്കിൽ എവറി ഇയർ ദേ ഷുഡ് ഫോളോ അപ്പ് വിത്ത് ദ ബ്ലഡ് ഷുഗർ ചെക്കിങ്. അപ്പോൾ ഡോക്ടർ, വെറുതെ ഒരാൾക്ക് അപ്പോൾ എത്ര ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷുഗർ ചെക്ക് ചെയ്യേണ്ട സമയം?
അതാണ് ഇഫ് ദ പേഴ്സൺ ഈസ് ഓവർ വെയ്റ്റ് ഓർ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി വി റെക്കമെൻഡ് ഈവൻ 20 ഇയേഴ്സ് കഴിഞ്ഞ ഉടനെ അയാൾ ചെക്ക് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം. അല്ലെങ്കിൽ റിസ്ക് ഇല്ലാത്ത ആൾക്കാർക്ക് വി സേ അപ് ടു 40 ഇയേഴ്സ് ഓർ അബവ് 40 ഇയേഴ്സ് അവർ ബ്ലഡ് ഷുഗർ സ്ക്രീൻ ചെയ്യേണ്ടതാണ്. കുട്ടികളിലും ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ 20 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പം പ്രഗ്നൻസി പീരീഡിൽ മദറിന് ഡയബറ്റിക് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഏതൊരു പ്രായത്തിലാണ് നമ്മൾ ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്? അപ്പോൾ കുട്ടികളിൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അത് ടൈപ്പ് 1 ഡയബറ്റീസ് ആകാം, ടൈപ്പ് 2 ഡയബറ്റീസും ആകാം. സോ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ അതിന് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവില്ല. സോ പക്ഷെ ടൈപ്പ് 2 ആർക്കും വരാം. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അതിന് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. സോ കുട്ടികൾക്കും അതേപോലെ ഓവർ വെയ്റ്റ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവരും കുട്ടികൾക്ക് പോലും ഡയബറ്റീസ് സ്ക്രീൻ ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞല്ലോ റിസ്ക് കൂടുതലുള്ളവർ ഇത് ചെക്ക് ചെയ്യണമെന്ന്. എങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? എങ്ങനെയുള്ള ആൾക്കാരാണ്? സോ അറ്റ് റിസ്ക് ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഓവർ വെയ്റ്റ്, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എനിത്തിങ് അബവ് 24 kg/m², പിന്നെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, അതായത് ഫാദറിനും മദറിനും അല്ലെങ്കിൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി. പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് എക്സസൈസ് ഇല്ല, ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അതായത് മുമ്പത്തെ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ റേസ്, എസ്പെഷ്യലി ഏഷ്യൻ റേസ്, അതായത് നമ്മൾ ഏഷ്യൻസ് കൂടുതൽ ഡയബറ്റിക്കിന് അറ്റ് റിസ്ക് ആണ്. സോ all these people they are at risk for diabetes. So ഇങ്ങനെ റിസ്ക് ഉള്ള ആൾക്കാർ they have to screen for diabetes. എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്നത്? ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ അഫക്റ്റ് എനി ഓർഗൻ ഇൻ ദ ബോഡി. പക്ഷെ നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ട ചില കോംപ്ലിക്കേഷൻസ് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, ഓക്കെ, പിന്നെ ഡയബറ്റിക് ഐ ഡിസീസ് ഓർ ഡയബറ്റിക് റെറ്റിനോപ്പത്തി, അതായത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക, പിന്നെ ഹാർട്ട് സംബന്ധമായ ചില കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, പിന്നെ നരമ്പിന് സംബന്ധമായ ചില കോംപ്ലിക്കേഷൻസ് ലൈക്ക് ന്യൂറോപ്പത്തി, അതായത് കാലിൽ തരിപ്പുണ്ടാവുക, പിന്നെ ശക്തി കുറയുക, എന്നിട്ട് പിന്നെ സ്ട്രോക്ക്. സോ ഓൾ ദീസ് ആർ സം ഓഫ് ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റീസ്. അപ്പോൾ ഈ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോ ഡയബറ്റിക് പേഷ്യൻസിന് ഈ കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അറിയണമെന്നില്ല. ഇറ്റ് ഈസ് ഓൺലി അറ്റ് ദി ലാസ്റ്റ് സ്റ്റേജ് ദ പേഷ്യൻറ്റ് വിൽ റിക്കഗ്നൈസ് ദ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ തുടക്കത്തെ സ്റ്റേജിൽ എങ്ങനെയാണ് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓൺലി ബൈ സ്ക്രീനിങ്. അതായത് എവറി ഡയബറ്റിക് പേഷ്യൻറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ പുള്ളിയുടെ ഐ ടെസ്റ്റ് ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതേപോലെ ഡയബറ്റിക് കിഡ്നി ഡിസീസ് സ്ക്രീൻ ചെയ്യുന്നത് യൂറിനിൽ പ്രോട്ടീൻ എക്സ്ക്രീഷൻ ചെക്ക് ചെയ്യൽ കൊണ്ടും ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യൽ കൊണ്ടുമാണ്. അതേപോലെ ഡയബറ്റിക് ഹാർട്ട് ഡിസീസ് ഈസ് ഡയഗ്നോസ്ഡ് ബൈ ECG, ട്രെഡ്മിൽ ടെസ്റ്റ്, ഇക്കോകാർഡിയോഗ്രാഫി. സോ എവറി ഇയർ ഇങ്ങനെ കോംപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് തുടക്കത്തെ സ്റ്റേജിൽ അറിയാൻ പറ്റുവാണെങ്കിൽ then he has to go for a very good control of diabetes by diet control and exercise. എന്നാൽ then ഈ ഡയബറ്റീസിനെ നമുക്ക് we can prevent the progression of diabetes further. ഡോക്ടർ ഷുഗർ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഫാസ്റ്റിംഗിൽ ഷുഗർ, മിക്ക ആൾക്കാരും ഫാസ്റ്റിംഗിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യും. അതിനകത്തൊക്കെ നോർമൽ ആണെങ്കിൽ ആഫ്റ്റർ ഫുഡ് കൺസിഡർ ചെയ്യാറേ ഇല്ല. അതൊരു നല്ല രീതിയാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? That is not the correct method actually. ഡയബറ്റീസിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ആൻഡ് ആഫ്റ്റർ ഫുഡ് രണ്ടും ചെയ്യേണ്ടതാണ്. ഇത് മാത്രമല്ല 3 months ആവറേജ്, അതായത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, അതും ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഇത് നമ്മൾ മൂന്നും നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫോർ എ ഡയബറ്റിക് പേഷ്യൻറ്റ്, അതായത് എനിത്തിങ് ബിറ്റ്വീൻ 100 to 130 ഇസ് എ ഗുഡ് കൺട്രോൾ. ആൻഡ് ആഫ്റ്റർ ഫുഡ് ഷുഗർ എനിത്തിങ് ബിറ്റ്വീൻ 140 to 160 ഓർ ഈവൻ ലെസ് ദാൻ 180 ഇസ് എ ഗുഡ് കൺട്രോൾ. HbA1c ഓർ 3 months ആവറേജ് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 7 ഫോർ എ ഡയബറ്റിക്, ഐഡിയലി 6.5, ഓക്കെ, ഓർ ബട്ട് ഫോർ എൽഡർലി പേഷ്യൻസ്, അതായത് കുറച്ചുകൂടി വയസ്സ് അധികരിച്ച ആൾക്കാർ, അവർക്ക് ചിലപ്പോൾ ഇടയിൽ ഹൈപ്പോഗ്ലൈസിമിക് സിംറ്റംസ്, അതായത് ഷുഗർ കുറയുന്ന സിംറ്റംസ് വരാൻ ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് കുറച്ച് ടാർഗറ്റ് മേലെയാണ് വെക്കുന്നത്, അതായത് ഇറ്റ് ഷുഡ് ബി അറൗണ്ട് 7. സോ ഇതാണ് ശരിക്കും ഡയബറ്റീസ്, അതായത് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യേണ്ട ക്രമം.
ഡോക്ടർ ഏതെല്ലാം ഈ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ ഏതെല്ലാം മെത്തേഡ്സ് ആണ്? സോ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ ഡയറ്റ് കൺട്രോൾ, exercise, medications. So these are the three pillars of diabetic control. Other than tablets, other than medicine. That is what. So all these three are important. Diabetic food control, exercise and medications. Food control and exercise മാത്രം മതിയാവില്ല, even medications കൂടി വേണം. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയബറ്റിക് പ്ലേറ്റിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ ഒരു ഹാഫ് ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് വെജിറ്റബിൾസ്. മറ്റേ ഹാഫിൽ 1/4 ഷുഡ് ബി വിത്ത് ദ കാർബോഹൈഡ്രേറ്റ്സ്. അതായത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി വി പ്രിഫർ ദ ഹോൾ ഗ്രെയിൻ സീരിയൽസ്, അതായത് ബ്രൗൺ റൈസ്. ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ചോദിച്ചിട്ടെ, കൂടുതലും ഒരുപാട് ആൾക്കാർക്ക് ഉള്ള ഒരു ഡൗട്ടായിരിക്കും, വൈറ്റ് റൈസ് ഷുഗറിനെ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മിക്ക ഒരു ബ്രൗൺ റൈസ് കഴിച്ചുകൊണ്ടിരുന്നവരും കൂടെ അതിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. വൈറ്റ് റൈസ് ആണ് ഷുഗർ കുറയ്ക്കാൻ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഡോക്ടറാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെയല്ല. സോ വൈറ്റ് റൈസ് ഇസ് നോട്ട് ഗുഡ്. സോ റൈസിൽ ബ്രൗൺ റൈസ് ഇസ് ബെറ്റർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബർ. ഓക്കെ, ഇറ്റ്സ് എ നോൺ പോളിഷ്ഡ് റൈസ്. ബ്രൗൺ റൈസ്, പിന്നെ ഹോൾ വീറ്റ് എന്ന് പറയുന്ന അത്, പിന്നെ അതേപോലെ ഓട്സ്, അതേപോലെ കോൺ. ഓക്കെ, സോ ദീസ് ആർ ദി ഹോൾ ഗ്രെയിൻ സീരിയൽസ്. സോ ഈ ഹോൾ ഗ്രെയിൻ സീരിയൽസിനാണ് പ്രിഫർ ചെയ്യേണ്ടത് കമ്പയർഡ് ടു ദി ബാസ്മതി റൈസ് ഓർ വൈറ്റ് റൈസ്, പാസ്ത, മൈദ പോലത്തെ ഈ സാധനങ്ങളെക്കാളും. പിന്നെ കമ്മിങ് ടു ദി വെജിറ്റബിൾസ് അതുപോലെ ഓൾമോസ്റ്റ് ഓൾ ദ വെജിറ്റബിൾസ് ആർ അലൗഡ് ഇൻ ഡയബറ്റിക്സ് എക്സെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ അടിയിലുണ്ടാകുന്ന റൂട്ടഡ് വെജിറ്റബിൾസ്, അതായത് ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടാറ്റോ പോലത്തെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള വെജിറ്റബിൾസ്. സോ ഇത് അവോയ്ഡ് ചെയ്യണം. പിന്നെ പൾസസ് ഡയബറ്റിക്സിന് ഇഷ്ടംപോലെ യൂസ് ചെയ്യാം, അതിൽ യാതൊരു ലിമിറ്റേഷൻ ഒന്നുമില്ല. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡിൽ പ്രിഫറബിൾ ഈസ് ദ ലീൻ മീറ്റ്, അതായത് ചിക്കൻ, കമ്പയർഡ് ടു ദ റെഡ് മീറ്റ് ഷുഡ് ബി യൂസ്ഡ് വെരി സ്പെയർസ്ലി. എഗ് ക്യാൻ ബി യൂസ്ഡ്, അഗെയിൻ എഗ് വൈറ്റ് ഈസ് പ്രിഫറബിൾ, യോക്ക് ഷുഡ് ബി ലിമിറ്റഡ്. പിന്നെ ഫിഷ് അതും യൂസ് ചെയ്യാം, ഫിഷ് യൂസ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളില്ല. പിന്നെ ഫ്രൂട്ട്സിൽ when we come to the fruits, mainly actually fruits contain sugar, but because of the antioxidant properties, vitamins and minerals ഉള്ളത് കൊണ്ടിട്ട് fruits are allowed and it is encouraged also to take in diabetes. So fruits ഏതൊക്കെ കഴിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ മെയിൻലി സിട്രസ് ഫ്രൂട്ട്സ്, പിന്നെ ആപ്പിൾ, ബെറീസ്, ഗുവ ഫ്രൂട്ട്, so then papaya, all these fruits are allowed in diabetics. So fruits കഴിക്കുമ്പോൾ അതാണ്, that is what I was telling, the diabetic plate concept. 1/2 of the plate should be vegetables, പിന്നെ മറ്റേ ഹാഫിൽ 1/4 should be the carbohydrates, അതായത് whole grain cereals mainly. പിന്നെ മറ്റേ quarter should be the pulses and the proteins like fish, chicken, egg, etc. പിന്നെ ചിലവർക്ക് ഡൗട്ടുണ്ട് പാല് കുടിക്കാമോ എന്ന്. സോ മിൽക്ക് ഓൾസോ ഈസ് അലൗഡ്, അബൌട്ട് 250 to 300 ml of or 1 glass of milk per day is allowed. ഡോക്ടർ, മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ആഹാരമാണ് റൈസ്. ചോറില്ലാതെ മലയാളി ഒരു നേരം മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ചപ്പാത്തിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സ് പറയാറുണ്ട് ഈ ഡയബറ്റിക് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് റൈസ് ഒഴിവാക്കേണ്ടതും ചപ്പാത്തിയാണ് കൂടുതൽ നല്ലത്, ഓട്സ്, ഈ റൈസ് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? അതായത് ഡയബറ്റിക് ഡയറ്റിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ വി സി ദ ഗ്ലൈസിമിക് ഇൻഡെക്സ്. അപ്പോൾ റൈസ് എന്നുള്ളത് കുറച്ചുകൂടി അധികം ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളതാണ് കമ്പയർഡ് ടു ദ വീറ്റ് കുറച്ച് കുറവാണ്. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് രാഗി, അത് കഴിഞ്ഞിട്ടാണ് ബാജ്ര. സോ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഡയബറ്റിക് പേഷ്യൻസിന് ബെറ്റർ, അതായത് രാഗി, ബാജ്ര അല്ലെങ്കിൽ വീറ്റ്, പിന്നെ അവസാനം റൈസ്. അപ്പോൾ റൈസിലും ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ വൈറ്റ് റൈസ് ബാസ്മതി റൈസിനേക്കാളും ബ്രൗൺ റൈസ് ആണ് ബെറ്റർ. സോ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഒരാൾക്ക് റൈസ് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ചപ്പാത്തി കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വി അഡ്വൈസ് ഇസ് ദ മോഡറേഷൻ, അതായത് ഹി ഷുഡ് ഈറ്റ്, അതായത് ക്വാണ്ടിറ്റി കുറക്കണം. സോ ഇപ്പോൾ
ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റിൽ 1/2 ഓഫ് ദ പ്ലേറ്റ് വിൽ ബി വെജിറ്റബിൾസ്, പിന്നെ ഒരു 1/4 വിൽ ബി കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി കുറക്കൽ കൊണ്ടിട്ട് നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രിഫറബിളി ദ ലോവർ ഗ്ലൈസിമിക് ഇൻഡെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് റാഗി, ബാജ്റ ഓർ വീറ്റ്, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ റൈസ് ഈസ് ഓക്കെ. ബട്ട് ഒരാളങ്ങനെ റൈസ് തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ ദെൻ ഹീ ക്യാൻ അഡ്ജസ്റ്റ് ഇറ്റ് വിത്ത് ബൈ ടേക്കിംഗ് ലെസ് എമൗണ്ട് പ്ലസ് ഡൂയിങ് മോർ എക്സസൈസ്. ഡോക്ടർ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞല്ലോ. എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഡയബറ്റിക് ഓർ എനി പേഴ്സൺ ഹി വിൽ നീഡ് അറ്റ്ലീസ്റ്റ് 30 to 45 minutes ഓഫ് എക്സസൈസ് പെർ ഡേ. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ മീഡിയം സ്പീഡ് വാക്കിംഗ്, പിന്നെ ഇറ്റ് ക്യാൻ ബി ജോഗിങ് ഓർ റണ്ണിങ് ഓർ ട്രെഡ്മിൽ. ബട്ട് ഇഫ് ആർക്കെങ്കിലും സ്വിമ്മിങ് അറിയുവാണെങ്കിൽ സ്വിമ്മിങ് ഈസ് ദ ബെസ്റ്റ് എക്സസൈസ്. സോ അറ്റ്ലീസ്റ്റ് 30 to 45 minutes പെർ ഡേ എക്സസൈസ് ചെയ്യണം. പിന്നെ അധികം ആൾക്കാർ പറയുന്നത് എസ്പെഷ്യലി UAE അവർക്ക് സമയം കിട്ടുന്നില്ല, രാവിലെ വേഗം പോകണം, രാത്രി വരുമ്പോൾ ലേറ്റ് ആവും, സോ എക്സസൈസ് ചെയ്യാൻ സമയമില്ല, പിന്നെ ക്ഷീണം ഉണ്ടാകും ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വാട്ട് വി അഡ്വൈസ് ഇസ് ഇങ്ങനത്തെ പേഷ്യൻസ് സമയമില്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് ഡേ ടൈമിൽ അവർ എന്ത് ജോലി ചെയ്യുന്നുണ്ടോ ദേ ഷുഡ് ബി മോർ ആക്റ്റീവ്. അതായത് അവർക്ക് കഴിയുന്നത്ര ഡേ ടൈമിൽ ആക്ടിവിറ്റി കൂട്ടിയിട്ട് അതിൽ തന്നെ ഒരു എക്സസൈസ് ആയിട്ട് അങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ ഒന്നുമില്ലാതെ ജസ്റ്റ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിട്ട് എക്സസൈസ് ഇല്ലാതെ അങ്ങനെ പോകാൻ പാടില്ല. ഡയബറ്റീസ് കൺട്രോൾ വരില്ല, പിന്നെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എല്ലാം വരാൻ തുടങ്ങും. ഈ കോംപ്ലിക്കേഷൻസിനകത്ത് ഡോക്ടർ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ന്യൂറോ, അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്, അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ഡയബറ്റിക് ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് അഗെയിൻ ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്പിൾ പ്രസൻറ്റേഷൻസ്. മെയിൻലി ഡയബറ്റിക് ഫൂട്ട്, അതായത് ഡയബറ്റിക് പേഷ്യൻസിന് നരമ്പിൻ്റെ ശക്തി കുറഞ്ഞത് കൊണ്ടിട്ട് വേദന അറിയുകയില്ല. സോ അവർക്ക് നടക്കുമ്പോൾ എന്തെങ്കിലും ഷാർപ്പ് ഓബ്ജക്ട്സ് പ്രിക്ക് ചെയ്താലും അത് വേദന അറിയാതെ അവിടെ മുറിവ് സംഭവിച്ചിട്ട് പിന്നെ ആ മുറിവ് ഇങ്ങനെ കൂടിയിട്ട് ഒരു ഊണ്ടായി മാർപ്പെടുകയാണ്. ഇതിനാണ് ഡയബറ്റിക് ഫൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പം ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് എടുക്കേണ്ട കെയറും പ്രിക്കോഷൻസും എന്തൊക്കെയാണ്? മെയിൻ അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. ഡയബറ്റിക് ഫൂട്ട് ആ കണ്ടീഷൻ വരെ എത്താൻ പാടില്ല. ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് പെയിൻ സെൻസേഷൻ ഉള്ളത് കൊണ്ടിട്ട് ഹി ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഫുഡ്. ചെരുപ്പിടാതെ നടക്കാൻ പറ്റില്ല, വീട്ടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും. പിന്നെ കാലൊക്കെ നല്ല വൃത്തിയായിട്ട് അതുകൊണ്ട് കാലൊക്കെ റെഗുലറായിട്ട് വൃത്തി ചെയ്തിട്ട് നല്ല തോർത്തിയെടുക്കണം, വെട്ടുണ്ടാകാൻ പാടില്ല. പിന്നെ മോയ്സ്ചറൈസറൊക്കെ തേച്ചിട്ട് കുറച്ച് സ്കിൻ കെയർ ചെയ്യണം. ഡെയിലി നിങ്ങൾ പറഞ്ഞതുപോലെ ഡെയിലി ഹി ഹാസ് ടു ചെക്ക് ഹിസ് ഫീറ്റ് വിത്ത് എ മിറർ. എന്തെങ്കിലും മുറിവുണ്ടോ അല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് ഒരാൾ ഡയബറ്റിക് ഫൂട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ചെയ്യേണ്ടത്. ഡോക്ടർ പറഞ്ഞല്ലോ എക്സസൈസിൻ്റെ കാര്യം. ഇപ്പം ഒരുപാട് പ്രായമായവർ അല്ലെങ്കിൽ വളരെ ഓവർ വെയ്റ്റഡ് ആയിട്ട് അടങ്ങാൻ വയ്യാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഡയബറ്റിക് പേഷ്യൻസ് എക്സസൈസ് എങ്ങനെ ചെയ്യാൻ പറ്റും? അവർക്ക് കഴിയുന്നത്ര അവർക്ക് എത്രയൊക്കെ കഴിയും അത്ര അവർക്ക് ചെയ്യാം. നടക്കാൻ ശ്രമിക്കണം. നടക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇഫ് ദേ ആർ സിറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്തെങ്കിലും ദേ ക്യാൻ ട്രൈ ടു ഡു സം എക്സസൈസസ് ലൈക്ക് ജോയിൻറ്റ് എക്സസൈസസ്. ഇങ്ങനെ കൈയൊക്കെ അനക്കാം, പിന്നെ കാലൊക്കെ ചെറുങ്ങനെ അനക്കാം. സോ അറ്റ്ലീസ്റ്റ് വാട്ട് എവർ പോസിബിൾ കുറച്ചും കൂടി എക്സസൈസ് കിട്ടുന്നത്ര അവർ ചെയ്യണം. പ്ലസ് ദേ ഹാവ് ടു ബി മോർ അഗ്രസീവ് ഇൻ ഡയറ്റ് കൺട്രോൾ. ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യണം. പ്ലസ് മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് എടുക്കണം. ഓക്കെ, മെഡിസിൻസിലേക്ക് കിടക്കുമ്പോൾ ടാബ്ലറ്റ്സ് ആണോ അതോ ഇൻസുലിൻ ആണോ ഡോക്ടർ കൂടുതൽ? സാധാരണ ഡയബറ്റിക് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻസുലിൻ ആണോ ബെറ്റർ അല്ല ടാബ്ലറ്റ്സ് ആണോ ബെറ്റർ. നമ്മൾ സാധാരണ കാണുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഞാൻ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കാര്യം പറഞ്ഞില്ല ബിക്കോസ് ഇറ്റ് ഈസ് ക്വൈറ്റ് റെയർ. ആൻഡ് ടൈപ്പ് 1 ഡയബറ്റീസ് സാധാരണ കാണുന്നത് യങ് ഏജിലാണ്. സോ അതിന് ഇൻസുലിൻ മാത്രം പറ്റും. ടാബ്ലറ്റ്സ് വിൽ നോട്ട് വർക്ക് ഫോർ ടൈപ്പ് 1 ഡയബറ്റീസ്. ടൈപ്പ് 2 നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അതിൽ മെഡിസിൻസ് ആൻഡ് ഇൻസുലിൻ രണ്ടും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ ഫാസ്റ്റിംഗ് ഷുഗർ എനിത്തിങ് ബിറ്റ്വീൻ 100 to 130 ആൻഡ് ആഫ്റ്റർ ഫുഡ് ഷുഗർ ബിറ്റ്വീൻ 140 to 180, HbA1c 6.5 ഓർ ലെസ് ദാൻ 7. ഈ ഒരു റേഞ്ചിൽ ടാബ്ലറ്റ്സ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദെൻ ടാബ്ലറ്റ്സ് ഈസ് ഇനഫ്. ഹി ഡി നോട്ട് ഗോ ഫോർ ഇൻസുലിൻ. അല്ല ടാബ്ലറ്റ്സ് എടുത്തിട്ട് ഈ റേഞ്ചിൽ ഷുഗർ കൺട്രോൾ വരുന്നില്ല
എന്നുണ്ടെങ്കിൽ ദെൻ ഹി ഹാസ് ടു ഗോ ഫോർ ഇൻസുലിൻ. സോ അൾട്ടിമേറ്റ്ലി നമ്മളെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഷുഗർ കൺട്രോൾ വരണം. അത് ടാബ്ലറ്റ്സ് കൊണ്ടാണെങ്കിൽ ടാബ്ലറ്റ്സ് കൊണ്ട്, ഇൻസുലിൻ കൊണ്ടാണെങ്കിൽ ഇൻസുലിൻ കൊണ്ട്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ആണ്. അയാളുടെ ലൈഫിൽ പിന്നെ ലേറ്റർ സ്റ്റേജിൽ ഹി വിൽ ഗോ ഫോർ ഇൻസുലിൻ. അതായത് എപ്പോഴും മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ടാബ്ലറ്റ്സ് കൊണ്ട് തന്നെ മാത്രം ലോങ് ടേമിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല. ലേറ്റർ ദേ ഗോ ഫോർ സം സോർട്ട് ഓഫ് ഇൻസുലിൻ ഡെഫിഷ്യൻസി. അപ്പോൾ അന്നേരം അവർക്ക് ഇൻസുലിൻ്റെ ആവശ്യം ഉണ്ടാകും. അപ്പോൾ ഇൻസുലിൻ്റെ ആവശ്യം വന്നാൽ ഡോക്ടർ ഇൻസുലിൻ അഡ്വൈസ് ചെയ്താൽ ഷുഗർ കൺട്രോളിന് വേണ്ടിയിട്ട്, ദെൻ യു ഷുഡ് നോട്ട് ആർഗ്യൂ വിത്ത് ദ ഡോക്ടർ ദാറ്റ് എനിക്ക് ഇൻസുലിൻ വേണ്ട, ടാബ്ലറ്റ്സ് തന്നെ മതി എന്നങ്ങനെ ആർഗ്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഡയബറ്റീസ് ഇങ്ങനെ പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കോംപ്ലിക്കേഷൻസ് ബോഡിയിൽ ഉണ്ടാക്കും. അപ്പോൾ ആ കോംപ്ലിക്കേഷൻസ് നമുക്ക് ആദ്യം അറിയാനും പറ്റുകയില്ല. അവസാനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റുകയില്ല. സോ ആ ഡയബറ്റീസ് പ്രോഗ്രസ് ആകുന്ന സമയത്ത് ഏത് ട്രീറ്റ്മെൻ്റ് ആണോ ബെസ്റ്റ് ആ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോയിട്ട് ഡോക്ടറിനോട് കോപ്പറേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഡോക്ടർ, വൺസ് നമ്മൾ ടാബ്ലറ്റ് എടുക്കുകയാണ്, വൺസ് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ ഡയറ്റ് പോകുന്നു, എക്സസൈസ് എല്ലാം, പിന്നെ ഈ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊരു വിചാരം ഉണ്ട് എല്ലാവർക്കും. എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? അതാണ് ഒരാൾ ടാബ്ലറ്റ്സ് തുടങ്ങി, ഇപ്പോൾ മൈൽഡ് ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ, അതായത് അയാളുടെ ഡയബറ്റിക് ലെവൽ ഈസ് മൈൽഡ്, ഇറ്റ്സ് നോട്ട് ഹൈ, അവർക്ക് ടാബ്ലറ്റ് തുടങ്ങിയാൽ പിന്നെ അയാൾ ഒരു വിഗറസ് എക്സസൈസ്, വിഗറസ് ഡയറ്റ് കൺട്രോൾ ഇങ്ങനെ പോയാൽ ദെൻ ദർ ആർ ചാൻസസ് ദാറ്റ് ഹി ക്യാൻ അവോയ്ഡ് മെഡിസിൻസ്. അവോയ്ഡ് ചെയ്യാം. പക്ഷേ റെഗുലറായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. അതായത് അയാളുടെ ഫാസ്റ്റിംഗ് ഷുഗർ ഷുഡ് ബി അണ്ടർ കൺട്രോൾ, ആഫ്റ്റർ ഫുഡ് ഷുഡ് ബി അണ്ടർ കൺട്രോൾ, HbA1c ലെസ് ദാൻ 6.5. ഈ ഒരു റേഞ്ചിൽ ഡയബറ്റിക് ഡയറ്റ് ആൻഡ് എക്സസൈസ് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ദെൻ ഹീ ക്യാൻ ബി വിതൗട്ട് മെഡിസിൻസ്. പക്ഷേ അത് നിൽക്കുന്നില്ല എന്ന് തോന്നിയാൽ ദെൻ ഹി ഹാസ് ടു കണ്ടിന്യൂ ദ മെഡിസിൻസ്. സോ അൾട്ടിമേറ്റ്ലി ദ ഗോൾ ഈസ് നോട്ട് ടു അവോയ്ഡ് മെഡിസിൻസ്, ദ ഗോൾ ഈസ് ടു കൺട്രോൾ ദ ഡയബറ്റീസ് ആൻഡ് ടു കീപ് ദ HbA1c ബിലോ 6.5. നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ചിലർക്ക് ഷുഗർ ലോ ആയി പോകാറുണ്ട്, പെട്ടെന്ന് ഷിവർ ചെയ്യുക, സ്വെറ്റ് ചെയ്യുക, അങ്ങനെ ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഹൈപ്പോഗ്ലൈസീമിയ ഈസ് വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻസ് സീൻ ഇൻ ഡയബറ്റിക്സ്, എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പത്തി, അതായത് ഡയബറ്റീസ് കൊണ്ടിട്ട് ഞരമ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ. സോ ഇങ്ങനത്തെ പേഷ്യൻസിലാണ് കൂടുതൽ ഇത് വരിക. സോ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, അഥവാ ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് വിഗറസ് എക്സസൈസ് ചെയ്തു, സോ ഇങ്ങനത്തെ കണ്ടീഷനിൽ അയാൾക്ക് ലോ ഷുഗർ സംഭവിക്കാം. ഇതിന് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഹൈപ്പോഗ്ലൈസീമിയ ആയിക്കഴിഞ്ഞാൽ പേഷ്യൻസിന് നല്ല സ്വെറ്റിംഗ് ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടാവും, തല കറങ്ങും, ഗിഡിനെസ്, ഇങ്ങനത്തെ ചില സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഈ സിംറ്റംസ് അങ്ങനെ ബോഡിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇമ്മീഡിയറ്റ്ലി അയാൾ ഹി ഹാസ് ടു ടേക്ക് സം ഷുഗർ ഇൻ എനി ഫോം. സോ സിമ്പിൾ ഷുഗർസ് ആണ് ബെറ്റർ, കോംപ്ലിക്കേറ്റഡ് ടു കോംപ്ലെക്സ് ഷുഗർസ്. അതാണ് ഫസ്റ്റ് എയ്ഡ്. എന്നിട്ട് ദെൻ ഹി ഹാസ് ടു അത് ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞിട്ട് ദെൻ ഹി ഹാസ് ടു കൺസൾട്ട് ദ ഡോക്ടർ, ഡിസ്കസ് വിത്ത് ദ ഡോക്ടർ എന്താണ് ഇനി ചെയ്യേണ്ടത്, ഹൈപ്പോഗ്ലൈസീമിയ, അതായത് മെഡിസിൻസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണോ എന്ന് ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്യണം. അതനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഡോക്ടർ, ഈ ഡയബറ്റിക് പേഷ്യൻസിന് പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഡയറ്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളൊരു ഒരു 3 നേരമുള്ള ഫുഡല്ലാതെ ഇടയ്ക്കൊരു 6 times അങ്ങനെ പറയാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? യെസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് റെക്കമെൻഡഡ് ഫോർ ഡയബറ്റീസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭക്ഷണം ഒരേ സമയത്ത് ഫുള്ളായിട്ട് അധികമായിട്ട് കഴിക്കുമ്പോൾ there is a sudden surge in the carbohydrate level in the blood. So that is not good for a diabetic. അതുകൊണ്ട് ഡയബറ്റിക്സിന് യൂഷ്വലി we recommend small frequent meals so that the blood sugar ഒരു സർജ് ഉണ്ടാവില്ല, അതൊരു ഹൈപ്പ് ഉണ്ടാവില്ല, ഒരു സാധാരണ രീതിയിൽ ഒരു ലെവലിൽ ഇങ്ങനെ ബ്ലഡ് ഷുഗർ ഇരിക്കും. അതുകൊണ്ടിട്ട് ഒരു 4 to 5 times small frequent meals are usually recommended for a diabetic. അത് കറക്റ്റ് ടൈം ആവണം നിർബന്ധമുണ്ടോ? മീൻസ് ഫ്രീക്വൻസി എല്ലാം കറക്റ്റ് ടൈമിലായിരിക്കണം. അങ്ങനെ അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഷുഗർ ലെവൽ താഴുക, പെട്ടെന്ന് ഷിവറിങ് ഉണ്ടാവുക, അങ്ങനെ കാണാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഒരു പ്രോപ്പർ ഫ്രീക്വൻസിയിൽ പ്രോപ്പർ ഇൻ്റർവെല്ലിൽ എടുത്താലാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെ കുറേ നേരം ഒന്നും കഴിക്കാതിരിക്കുമ്പോഴാണ് യൂഷ്വലി ഹൈപ്പോഗ്ലൈസീമിയ അങ്ങനെയൊക്കെ വരൽ. സോ ഒരു പ്രോപ്പർ ഫ്രീക്വൻസിയിൽ സ്മോൾ ക്വാണ്ടിറ്റി മീൽസ് എടുക്കുകയാണെങ്കിൽ then it is better for you.
Doctor, can you cure or reverse diabetes? Cure or reverse diabetes, if at all there is some medicine which can cure or reverse diabetes, it is only one thing, that is exercise, which most of us neglect. കാരണം എക്സസൈസ് കൊണ്ടിട്ട് ഒരാൾ മൈൽഡ് ഡയബറ്റീസ് ആണെങ്കിൽ, അതായത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഡയബറ്റീസ്, വിത്ത് ഗുഡ് എക്സസൈസ് ആൻഡ് ഡയറ്റ് കൺട്രോൾ, ഡെഫിനറ്റ്ലി ഹീ ക്യാൻ കണ്ടിന്യൂ ദാറ്റ് സെയിം സ്റ്റേജ് ഫോർ എ ലോങ് ടൈം. മെഡിസിൻ ഇല്ലാതെ തന്നെ അങ്ങനെ തന്നെ അയാൾക്ക് അതിനെ നീട്ടി കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ദ പേഴ്സൺ ഓൾറെഡി ഓൺ മെഡിക്കേഷൻസ്, കുറേ വർഷങ്ങളായിട്ടുള്ള ഡയബറ്റീസ് ആണെങ്കിൽ, ഈവൻ ഫോർ ഹിം വിത്ത് എ ഗുഡ് എക്സസൈസ് ഹിസ് ബ്ലഡ് ഷുഗർ ക്യാൻ ബി വെരി വെൽ അണ്ടർ കൺട്രോൾ. അവർക്ക് മെഡിസിൻസ് കഴിയുന്നത്ര കുറക്കാനും പറ്റും. സോ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റില്ലെങ്കിലും വിത്ത് എ ഗുഡ് എക്സസൈസ് ആൻഡ് ഡയറ്റ് കൺട്രോൾ ഐദർ മൈൽഡ് ഡയബറ്റിക്സിന് മെഡിസിൻ ഇല്ലാതെ തന്നെ പോകാം, അല്ലെങ്കിൽ അൺകൺട്രോൾ ഡയബറ്റീസ് ആണെങ്കിൽ അവർക്ക് മെഡിസിൻസിൻ്റെ ക്വാണ്ടിറ്റി കഴിയുന്നത്ര അവർക്ക് കുറച്ചിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ തന്നെ അവർക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു ഡോക്ടർ. H4 ഹെൽത്തിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡയബറ്റീസിനെ കുറിച്ച് നമുക്ക് വിശദമായി ഇന്ന് പറഞ്ഞു തന്നത് തുമ്പൈ ഹോസ്പിറ്റൽ ഡേ കെയർ റോള ഷാർജയിലെ ഇൻറ്റേർണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ മുഹമ്മദ് അഷ്റഫാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു.